ഹായ് അസ്സാം വലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വെരി സോറി, കുറച്ച് കുട്ടികളോടാണ്. എനിക്ക് നീറ്റ് എക്സാമിന്റെ ഡേറ്റിന് മുന്നേ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, പുറത്തല്ലേ പഠിക്കുന്ന താത്ത, ഏത് കൺട്രിയൊക്കെ പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം, നീറ്റ് എഴുതിയിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നുള്ളൂ, അത് നിങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ പറഞ്ഞു ഇടാൻ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. ഞാൻ നീറ്റ് എക്സാം എഴുതിയിട്ടൊക്കെ ആയി. ഞാൻ വെരി സോറി. ഞാൻ പഠിക്കുന്നത് ഫിലിപ്പീൻസിലാണ്. യുഡി ഗുലിയാസ് കോളേജ് ഓഫ് മെഡിസിൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എന്റെ കോളേജിനെ കുറിച്ചും പറയാം, ഫിലിപ്പീൻസിനെ കുറിച്ചും പറയാം ഈ വീഡിയോയിൽ. എനിക്ക് പുറത്തുള്ള വേറെ കൺട്രീസിന്റെ റഷ്യ, ജോർജിയ പോലത്തെ കൺട്രീസിന്റെ എനിക്ക് ഫീസ് സ്ട്രക്ചേഴ്സും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. സോറി, മൈ കാറ്റ്. അപ്പോൾ അതുപോലെ ആ കൺട്രീസിനെ കുറിച്ചുള്ള വീഡിയോ ഐ പ്രോമിസ് 2 ഡേയ്സിനുള്ളിൽ ഞാൻ വേറെ കൺട്രീസിൽ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടന്റ് ടീമിനായിട്ട് സംസാരിച്ചിരുന്നു. സോ അവരുടെ അടുത്ത് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ച് ഞാൻ വേറെ കൺട്രീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കൂടി ഇടാനും ഞാൻ അപ്ലോഡ് ചെയ്യാനും ട്രൈ ചെയ്യാൻ ഇൻഷാല്ലാ. സോ ദിസ് വീഡിയോയിൽ ഫീസ് സ്ട്രക്ചർ, കോളേജിനെ കുറിച്ച്, പ്ലേസിനെ കുറിച്ച് ഒക്കെ പറയാനല്ലോ. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്നും മനസ്സിലാവാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തിരി കേൾക്കുന്നതൊക്കെ നോക്കിയിട്ട് പുറത്ത് ഏത് കൺട്രി ചൂസ് ചെയ്താൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാതെ സ്കിപ്പ് ചെയ്ത് പോയാൽ മേ ബി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാതെ പോകും. ഫുള്ളായി കേട്ട ഒരു ഐഡിയ കിട്ടും ഫിലിപ്പീൻസിനെ കുറിച്ച്. ഫിലിപ്പീൻസിലെ MBBS അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന യുബി ഗുലിയാസ് കോളേജിൽ MBBS ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഫുള്ള് കാണേണ്ടി വരും. കാരണം ഇത്തിരി കേട്ട് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും മേ ബി കുറച്ച് ചെയ്യാൻ ഡിസപ്പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഡിസപ്പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഫുള്ള് കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ, ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫിലിപ്പീൻസ് കൺട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യൻ കൺട്രി അല്ലേ. സോ നിങ്ങൾ ക്ലൈമറ്റ് വെതർ ഒക്കെ ഇന്ത്യ പോലെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോളേജ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് പഠിക്കാതെ ഇന്ന് കളിച്ചിരിക്കാന്ന് വിചാരിച്ചാൽ പാസ്സാവുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. നന്നായി പഠിച്ച് ക്ലാസ് അറ്റൻഡൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിപ്പോ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി വരുന്നവർക്ക് കളിച്ച് നടക്കാന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ പഠിച്ച് പാസ്സായി പോവാം. ഞാൻ ഈ കോളേജ് തന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏജൻസീസ് ആണ്, നമ്മളിവിടെ കൊണ്ടുവന്ന കൺസൾട്ടൻസീസ് ആണ്. അവർ കുറച്ച് ഇറസ്പോൺസിബിൾ ആണ്. ഇറസ്പോൺസിബിൾ എന്നല്ല, എന്നാലും ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയാൽ അവർ മേ ബി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് കുറവാണ്. ലൈക്ക് അവർക്ക് ഒരു ടൈം കഴിഞ്ഞാൽ അവർ നമ്മളെ കാര്യം നമ്മളെ നോക്കിക്കോട്ടെ എന്നുള്ളതിൽ വരും. ഇൻഡിപെൻഡന്റ് അല്ലാത്ത അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ആരെങ്കിലും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ ശീലം എടുക്കുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഓക്കെ ഈ കാര്യമൊക്കെ ഞാൻ തന്നെ തനിയെ ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ വന്ന ഏജൻസി നാട്ടിൽ വന്ന് ഇവിടെ വരുന്നവരൊക്കെ ഓക്കെ ആയിരുന്നു, അവർ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് പിന്നെ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് മുൻകൂട്ടി ഒന്നും പറഞ്ഞു തരുന്നില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആവും, പ്രശ്നമാകുമ്പോൾ ഇതൊന്നും അവർ പറഞ്ഞു തരുന്നില്ല. പ്രശ്നമായി കഴിയുമ്പോഴാണ് അവർ ഇത് നിങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ട്, ഇത് പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് ചെയ്തിരിക്കുന്നത്, എല്ലാം ആയി കഴിയുമ്പോഴാണ് അവർ പറയുന്നത്. കോളേജൊക്കെ പക്ഷേ പക്കയാണ്. കോളേജ് അവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു സ്ട്രിക്റ്റ് ആക്കുന്നതാണ് മേ ബി നമ്മുടെ അവരുടെ ഒരു പാസിംഗ് മാർക്ക് ഉണ്ടാവില്ല. പാസ് മാർക്കോടെ നമ്മൾ പാസ്സായി പോകണമെങ്കിൽ അവർ പറയും ആ ഒരു ഇതൊക്കെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ നാട്ടിലുള്ളപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ, നമുക്ക് എബ്രോഡ് കൺട്രി പോകുന്നു, അവിടെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും, പുറത്താണ് പോകുന്നത്, അതിൻ്റെതായ ഫെസിലിറ്റീസ് അല്ല പ്ലസ് പോയിന്റ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതും റിയാലിറ്റി കുറച്ച് നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നും. അത് മേ ബി എല്ലാ കൺട്രിയിൽ പോയാൽ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഫിലിപ്പീൻസിനെ കുറിച്ചുള്ള പ്ലസ് പോയിന്റ്സും കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ ഇവിടുത്തെ മണി പറയും, കറൻസി. അത് നമുക്ക് കമ്പാരിറ്റീവ്ലി വേറെ കൺട്രീസിനെക്കാളും ഇവിടുത്തെ കറൻസി വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആസ് ഇന്ത്യ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 5,000 എന്ന് പറഞ്ഞാൽ ഇവിടെ 600-700 പെസോസ് എന്നാണ് ഇവിടുത്തെ കറൻസി പറയാം. പെസോസ് ആണുള്ളത്. ലൈക്ക് ഒരു 600 രൂപ എന്ന് കിട്ടാം. ഒരു 1000 ഇട്ടാൽ ഇവിടെ കിട്ടുന്നത് 600. ഒരു 10,000 ഇട്ടാൽ ഇവിടെ കിട്ടുന്നത് 6,000-7,000 20,000 ഇട്ടാൽ ഇവിടെ കിട്ടുന്നത് ഒരു 13,000, ഇവിടുത്തെ 13,000 റേഞ്ചിലൊക്കെ. ഓക്കെ, സോ മണി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ കൺട്രീസിന്റെ കാര്യം എനിക്ക് അറിയില്ല, എന്നാലും ഒരു ഗസ് അതാണ്. പിന്നെ ക്ലൈമറ്റ് അഡ്വാൻറ്റേജ് എനിക്ക് പറയാൻ പറ്റില്ല. നാട്ടിൽ സെയിം ക്ലൈമറ്റ് ആണ്, നിങ്ങൾക്ക് വേറെ എവിടെയും പോയിട്ടില്ല. ഭയങ്കര തണുപ്പ് കാരണമുള്ള പ്രശ്നം. എൻ്റെ കുറെ ഫ്രണ്ട്സ് വേറെ ജോർജിയ പിന്നെ ബെലാറസ് പോലുള്ള കൺട്രിയൊക്കെ പോയിട്ട് അവിടെ തിരിച്ച് ഇന്ത്യയിൽ പോയി പിന്നെ ഫിലിപ്പീൻസിലേക്ക് വന്നവരുണ്ട്. കാരണം അവിടെയൊക്കെ തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, ക്ലൈമറ്റ് പ്രശ്നമായിട്ട് ശരീരത്തിൽ ഓരോ ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ഫിലിപ്പീൻസ് ചൂസ് ചെയ്ത കുട്ടികളുണ്ട്.
അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ഓൾമോസ്റ്റ് സെയിം ആസ് ഇന്ത്യ ആണ്. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഒരുപാട് തണുപ്പ് പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തണുപ്പ് ഇത്രയും കാലം നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനത്തെ തണുപ്പിന്റെ പ്രശ്നമില്ലെന്നാൽ ഭയങ്കര ചൂടിനല്ല. നാട്ടിൽ സെയിം അതാണ്. നാട്ടിൽ നമുക്ക് ചൂടാണെങ്കിൽ എങ്ങനെ ചൂടുണ്ടാവും, സെയിം ചൂട് ഇവിടെ ഉണ്ട്. നാട്ടിൽ മഴയാകുമ്പോൾ എങ്ങനത്തെ മഴയായിരിക്കും, അതേപോലത്തെ മഴ, അതേപോലത്തെ ക്ലൈമറ്റ് ഒക്കെ അങ്ങനെയാണ്. പിന്നെ ആൾക്കാർ മേ ബി അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എവിടെ പോയാലും നിങ്ങൾക്ക് അവർ കൺസിഡറേഷനിലേക്ക് അവർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഓക്കെ എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാൽ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് നമുക്ക് കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് അവർ നമുക്കൊരു നല്ല ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് തന്നെയാണ്. അവർ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആയിരിക്കും. പിന്നെ പിന്നെ ഓരോ സ്ഥലത്തെ പോലെ ഇവിടെ നാട്ടിലൊക്കെ അവർ പറയും ഒട്ടും ക്രൈം റേറ്റ്സ് എല്ലാത്തും കൺട്രിയാണ് ഫിലിപ്പീൻസ്. പക്ഷെ അങ്ങനെ നല്ല ക്രൈം ഒക്കെ ഉണ്ട്. നാട്ടിലത്തെ പോലത്തൊക്കെ തന്നെ അവിടത്തൊക്കെ ഇങ്ങനെ കേൾക്കാം, ചെറിയ ചെറിയ പോക്കറ്റ് അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ ഉണ്ട്. എന്നാലും ആൾക്കാർ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ ലാംഗ്വേജ്, വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ആ കൺട്രി ലാംഗ്വേജ് പഠിക്കണം. വേറെ ഏത് കൺട്രി ചൂസ് ചെയ്താലും ആ കൺട്രിയുടെ ലാംഗ്വേജ് പഠിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ സംസാരിക്കുന്നത് അതായിരിക്കും. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. അത് മാത്രമല്ല, ലൈക്ക് മെഡിസിൻ ചൂസ് ചെയ്യുന്ന കൺട്രീസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ റഷ്യ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമാവലുണ്ട്. കാരണം ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ സബ്ജക്റ്റ് ആയിട്ട് വരെ ഉണ്ടാവും. പിന്നെ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരും. ഇവിടെ മിക്ക ആൾക്കാരും ആരോട് സംസാരിച്ചാലും ഇംഗ്ലീഷിലാണ് റിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആര് നമ്മളോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷാണ് പറയുന്നത്. അതിന് ലിവിങ് എക്സ്പെൻസ് ഞാൻ പറഞ്ഞു, കറൻസി റേറ്റ് ഏകദേശം സെയിം ആണ്. സോ നമ്മൾ ലിവിങ് എക്സ്പെൻസ് നമ്മൾ ചെലവ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി ഇരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് ഡെയിലി നമ്മൾ എല്ലാ സാധനത്തിനും സാധനങ്ങൾ വാങ്ങിച്ചും ഡെയിലി നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്ത് ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് പോകും. നമ്മൾ റൂമിൽ കൊടുക്കാൻ റെന്റും ഫുഡിനൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പാർട്ട് ഫ്രം ദ കോളേജ് എക്സ്പെൻസ്, ഓക്കെ കോളേജിലുള്ള നമ്മുടെ ഫീസ് അക്കാഡമിക്സ് അല്ലാതെ ഇത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് വളരെ കുറച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് വന്ന് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മുടെ എക്സ്പെൻസ് അത് കുറവായിട്ടുള്ള എക്സ്പെൻസ് ആണ്. റൂമിന്റെ റെന്റ് ഒരു 7,000 or 8,000 ഒക്കെ ഉള്ള റൂം, പിന്നെ ഒരു 3,000 4,000 ഫുഡിന്റെ സബ്സ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒതുക്കാവുന്ന 15,000 ഒതുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത് ഈ കൺട്രിയിൽ. ഫുഡിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ കടകൾ അത്യാവശ്യമുണ്ട്, ഇന്ത്യൻ സ്റ്റോഴ്സ് നമുക്ക് നേരിട്ട് പോയി സാധനങ്ങൾ ഇന്ത്യൻ ഐറ്റംസ് വാങ്ങിക്കാനുള്ളത്. പിന്നെ കോളേജിന്റെ അടുത്തടുത്തായിട്ട് തന്നെ ഹോട്ടൽസ് ഉണ്ട്, ഇന്ത്യൻ ഹോട്ടൽ ഉണ്ട്, നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യൻ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് ഇന്ത്യൻ ഫുഡ്സ് വാങ്ങിക്കാം, കഴിക്കാം, സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മന്ത്ലി നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് ഡെയിലി ലഞ്ച് അവിടെ നിന്ന് കിട്ടും, ഓർ ലഞ്ച് ആൻഡ് ഡിന്നർ ആയിട്ട് അവിടെ നിന്ന് കിട്ടും. അതിനൊരു എമൗണ്ട് മാസം കൊടുക്കുന്നതാണ്. സോ നമുക്ക് ഇപ്പോൾ ഹോം സിക്ക് ആകുമ്പോൾ കുറച്ച് വീട്ടിൽ ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ഫുഡൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഫുഡിന്റെ കാര്യത്തിലും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഇതൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ വന്നിട്ട് ഈ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഭയങ്കര പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറേ പ്രൊസീജിയർ നാട്ടിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നമ്മൾ മെഡിക്കൽ എടുക്കാനൊക്കെ ഭയങ്കര കുറേ പ്രൊസീജിയറുകളാണ്. മെഡിക്കൽ എടുക്കാൻ നാഷണൽ ലെവൽ അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് നമ്മൾ ഇത് മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മെഡിക്കൽ ടെസ്റ്റിനാണെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേപ്പേഴ്സ് റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടും അതൊക്കെ കുറേ ഉണ്ട്. ലൈക്ക് ഇവിടെ വന്ന് നമ്മൾ ബയോമെട്രിക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വട്ടം നമ്മൾ പോയി വരുന്നതും പിന്നെ അത് പോയി പോയിട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിന് ഒരു ചിലവ്, അങ്ങനത്തെ ചിലവുകളൊക്കെ ഒരുപാടുണ്ട്. ലൈക്ക് പേപ്പേഴ്സ് കുറേ റെഡിയാക്കാനുള്ള, ഇവിടെ വന്നിട്ടും കുറേ റെഡിയാക്കാനുണ്ട്, അതിന്റെ ചിലവൊക്കെ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നമ്മൾ അബ്രോഡ് തിരഞ്ഞെടുക്കുന്നത് തന്നെ നാട്ടിലെ പ്രൈവറ്റ് കോളേജസിൽ കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതിനേക്കാൾ ഒരു കുറച്ച് എമൗണ്ട് കുറവായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചിലവുണ്ട് അങ്ങനെ ചിലവുണ്ട് എന്നിട്ട് വെറുതെ ഓരോ പൈസ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ, അയ്യോ ഇതിപ്പോ ഭയങ്കര ടെങ്ങാറായല്ലോ, ഇത് വെറുതെ പൈസ ഇതിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പൈസ അത്യാവശ്യം കയ്യിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൈസക്ക് എപ്പോഴും ടൈറ്റ് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ആലോചിക്കും, അയ്യോ ഇതിന് അത്യാവശ്യം ചിലവുണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ അങ്ങനെ ആലോചിക്കും. അതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇതൊന്നും നമുക്ക് നാട്ടിലുള്ള പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാത്തതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ അറിയില്ലല്ലോ, നമ്മൾ അറിഞ്ഞിട്ട് വരുന്ന നമുക്ക് ഇവിടെ താഴെ പരിചയമില്ല, അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പൊ ഞാൻ ഈ വീഡിയോസ് ഇടുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഫിലിപ്പീൻസിന്റെ സ്റ്റഡി സ്ട്രക്ചർ തന്നെ ഡിഫറെന്റ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 years നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ നാട്ടിലൊരു ഡിഗ്രി ചെയ്യുന്നതിന് മുന്നേ +1 +2 ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ ഒരു 1.5 year ഓൾമോസ്റ്റ് 3 semester ഒക്കെയാണ്, 3 semester ആണെന്ന് തോന്നുന്നു. 1.5 year BS ബയോളജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഭവം പഠിപ്പിക്കും, BS ബയോളജി. അത് കഴിഞ്ഞിട്ടാണ് MD ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് ക്ലർക്ഷിപ്പ്, ഇന്റേൺഷിപ്പ്.
അങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത്. ഇത് മൊത്തത്തിലാണ് ഇവരെ MBBSന്റെ സ്ട്രക്ചർ. MBBS പുറത്ത് അന്വേഷിക്കുന്നവർക്ക് അറിയാം ഫിലിപ്പീൻസിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്പീൻസിൽ പഠിച്ച ഇന്ത്യയിൽ വാലിഡ് ആണോ എന്നുള്ളതിന്റെ ഒരു മെയിൻ പ്രശ്നം നമ്മുടെ ടൈം ആയിരുന്നു. ഡ്യൂറേഷൻ അവർ ചേഞ്ച് ചെയ്തു ഓൾറെഡി. 48 മന്ത് എന്നുള്ളത് 54 മന്ത്സ് ആക്കി കഴിഞ്ഞു. സോ ആ ഡ്യൂറേഷന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ യു കെ പോയിട്ട് പ്ലാബോ, US പോയിട്ട് SMLU, അല്ലെങ്കിൽ വേറെ ദുബായ് പോയിട്ട് അവിടുത്തെ എക്സാമോ, നാഷണൽ എക്സാമോ, അവിടുത്തെ എലിജിബിലിറ്റി എക്സാം, ഇങ്ങനെ വേറെ ഇവിടെ ഫോറിൻ കൺട്രീസിൽ പോയി നമ്മൾ മെഡിസിൻ അവരുടെ എക്സാം എഴുതാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല. കാരണം ഫിലിപ്പീൻസ് MBBS വേറെ എല്ലായിടത്തും വാലിഡ് ആണ്. ഫിലിപ്പീൻസിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ MD ക്ലർഷിപ്പ് കഴിഞ്ഞിട്ട് അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അബ്രോഡ് എവിടെ വേണമെങ്കിൽ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. USMLE ഒരു UK പ്ലാബ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് എക്സാം വേണമെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ ഞാനുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ സെബു ആണ്. ഫിലിപ്പീൻസ് മൂന്നൊരു മേജർ ഐലൻഡ് ആയിട്ടാണ് ഫിലിപ്പീൻസ് ഉള്ളത്. ലുസോൺ, വിസയാസ്, മിൻഡനാവ്. വിസയാസിലാണ് സെബു ഉള്ളത്. സെബുവില് ഞാനുള്ളത്. മനില എന്ന് പറയുന്ന ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ ഉള്ളത് ലുസോണിലാണ്. പിന്നെ വേറൊരു മേജർ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ദവാവോ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ ഭയങ്കര ഫിലിപ്പീൻസിലുള്ള ഒരു അത്യാവശ്യം ഇതായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് ദവാവോ മെഡിക്കൽ കോളേജ് ഒക്കെ. അത് വേറെ മിൻഡനാവോ എന്ന് പറഞ്ഞ ഐലൻഡ് ഇതിലാണുള്ളത്. അപ്പോൾ ഫിലിപ്പീൻസിൽ ഞാൻ ഉള്ളത് സെബുവിനേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ളതും ഇതായിട്ടുള്ള റീജൻ ഏരിയ മനില ഉള്ള ലുസോൺ ആയിരിക്കും. മനില കാരണം ക്യാപിറ്റലും കൂടിയാണല്ലോ. സോ മനില അത്യാവശ്യം നല്ല പ്ലേസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടി എക്സ്പെൻസ്, കോളേജിനൊക്കെ ആണെങ്കിലും എക്സ്പെൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. സെബുവിൽ എക്സ്പെൻസ് കുറവാണ്. ഞാൻ വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഫീസിന്റെ റേഞ്ച് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ അക്കാഡമിക്സും അത്യാവശ്യം ലിവിങ് എക്സ്പെൻസും ഒക്കെ ചേർത്ത് ഒരു 30 lakhിന്റെ ഉള്ളിൽ 4 ഇയർ കഴിയുമ്പോഴേക്കും എനിക്ക് 30 lakhിന്റെ ഉള്ളിലാണ് എന്റെ മൊത്തം ചെലവ്. പുതിയ ഫീസ് സ്ട്രക്ചർ എന്റെ കയ്യിലില്ല. അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലോ എന്തെങ്കിലും ഇടാൻ നോക്കാം. ഓർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാൻ നോക്കാം. ഫീസ് സ്ട്രക്ചർ കുറച്ചുകൂടി കൂടുന്നുണ്ട്. ലൈക്ക് സെമസ്റ്ററിന് തന്നെ 130 ഒക്കെ വരുന്ന പോലെയാണുള്ളത്. ഓരോ സെമസ്റ്ററിന് 130 പോലെ. നമ്മൾ ഒരു ഇയറിൽ 2 സെമസ്റ്റർ ആണ് എല്ലാ ഇയറും. ഇപ്പോൾ ഒരു സെമസ്റ്റർ 130 വരുന്ന പോലെയാണ്. ഇപ്പോൾ 130 പെസോ കേട്ടോ, 130 പെസോ ആണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 130 പെസോ വരുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഫീസിന്റെ സ്ട്രക്ചർ വരുന്നത്. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതും ഫീസ് സ്ട്രക്ചർ ഒക്കെ ചേർത്ത് മൊത്തം ഇപ്പോൾ കുറച്ചുകൂടി കൂടുമായിരിക്കും. പക്ഷേ ഓരോ കോളേജ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചേഴ്സ് ഉള്ള കോളേജുകളുണ്ട്. 13 lakhs നിങ്ങളുടെ സ്റ്റഡീസ് അക്കാഡമിക്സ് ഫീസ് ഒക്കെ തീരുന്ന ഒരു വേറെ കോളേജുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കോളേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനത്തെ കോളേജിലൊക്കെ എത്രത്തോളം സ്റ്റഡീസ് ആപ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാശ് കുറവായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ സ്റ്റഡീസിന്റെ ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 2 ഇൻടേക്ക് ആണുള്ളത്, ഓഗസ്റ്റിലും ജാനുവരിയിലും. സോ ഇപ്പൊ വരാൻ പോകുന്ന നീറ്റ് എഴുതി പഠിക്കുന്നവർക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് മേ ബി ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും BSc. ഓഗസ്റ്റ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് വരെ നെക്സ്റ്റ് ജാനുവരി വരെ BS ഉണ്ടാവുമായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് MD ജോയിൻ ആക്കാൻ പറ്റും ഇവിടുന്ന് ഡയറക്റ്റ്. അങ്ങനെയാണ് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ ഓർഡറാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു ഇതായിട്ട് ഞാൻ ലൈക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തോന്നല്ലോ പറയുന്നത്. ഞാൻ എനിക്ക് മൈൻഡിലുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു. ഫിലിപ്പീൻസിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ വലിയ എക്സ്പെക്ടേഷൻ വെച്ച് ഒരു ഫോറിൻ കൺട്രിയിലേക്കാണ് പോകുന്ന ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻ വെച്ച് വരണം. ഓൾമോസ്റ്റ് ഇന്ത്യ പോലെ എന്നാൽ ഇന്ത്യ കുറച്ച് ഡെവലപ്ഡ് ആണ്. ഈ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഇന്ത്യൻ സ്റ്റുഡൻസും സൗത്ത് ഇന്ത്യൻസ് കുറേ, പിന്നെ നോർത്ത് ഇന്ത്യൻസ് കുറേ. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് നമ്മൾ പുറത്തെവിടെ വന്നുള്ള ഫീൽ കോളേജിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇന്ത്യൻസ് മാത്രമല്ല, നൈജീരിയൻസ് ഉണ്ട്, അമേരിക്കയിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, തായ്ലൻഡിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, നൈജീരിയൻസ് കുറേ പേരുണ്ട്, പിന്നെ പാകിസ്ഥാനുണ്ട്, അമേരിക്ക. എന്റെ ക്ലാസ്സിൽ ജപ്പാനിൽ അമേരിക്കയിൽ നിന്നൊക്കെ 1-2 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കൊറിയയിൽ നിന്ന്, അങ്ങനെ അവിടെ നിന്നൊക്കെ കുറച്ച് പേര്. തായ്ലൻഡ് ആൻഡ് നൈജീരിയയിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഇന്ത്യക്കാർ കുറേ പേര്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഫിലിപ്പീൻസിലത്തെ എന്റെ കോളേജിന്റെ കാര്യങ്ങൾ. പിന്നെ മനിലയിൽ നല്ല കോളേജുകളുണ്ട്, ഒരുപാട് നല്ല കോളേജുകളുണ്ട്. ദാവോയിലുണ്ട് ഒരുപാട് നല്ല കോളേജുകളുണ്ട്. അവിടേക്ക് ഓരോ സ്റ്റുഡൻസ് നമുക്ക് അറിയുന്ന കുറെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിലിപ്പീൻസിലെ MBBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. ലൈക്ക് നാട്ടിലെ പ്രൈവറ്റ് കോളേജിന് കൊടുക്കാനുള്ള അത്രയും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം പൈസ ചിലവാക്കാനുള്ളതും എക്സ്പെൻസിനൊക്കെ ഉള്ള പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിലിപ്പീൻസ് ചൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കറക്റ്റായി പഠിച്ച് ഇതായി കോളേജിൽ പോകുന്ന കറക്റ്റ് നമ്മൾ പഠിക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ച് പഠിച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കോളേജിൽ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. പിന്നെ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ആ ടൈമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ പോയിട്ട് എക്സാം എഴുതാൻ പറ്റും. അതല്ല ഇന്ത്യയിൽ പോകാൻ താല്പര്യമില്ല, പുറത്തെവിടെയെങ്കിലും പോയി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് 4 ഇയർ കഴിഞ്ഞാൽ ഡയറക്റ്റ് പോവാം, പുറത്ത് ഏത് കൺട്രി വേണമെങ്കിൽ പോവാം, പോയി കണ്ടിന്യൂ ചെയ്യാം. എല്ലാം പക്കയായിരിക്കും ഇവിടെ പോയിട്ട് എന്ന് വിചാരിച്ചാണെങ്കിൽ ഇവിടെ വന്ന കുറച്ച് ഡിസപ്പോയിന്റ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി എല്ലാ കൺട്രീസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എവിടെ പോയാലും നമ്മൾ
സ്വർഗം പോലെ ഇരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിലുള്ള പോലെ വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ, വീട് പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് എവിടെ ഏത് കൺട്രി പോകണമെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി വേറെ കൺട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ എനിക്ക് തോന്നുന്നു ജോർജിയ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ അങ്ങനെ കുറച്ച് കൺട്രി, എന്താ അസർബൈജാൻ, അങ്ങനത്തെ കുറെ കൺട്രീസ് ഉണ്ട് അഡ്മിഷൻസ് ഒക്കെ പുറത്തേക്ക് പോയി പഠിക്കുന്നവര്. ആ കൺട്രീസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടി പുറത്ത് വേറെ കൺട്രീസിൽ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്ന, പുറത്ത് ഫിലിപ്പീൻസിൽ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്ന ഏജൻസീസ്, ലൈക്ക് ഏജൻസീസ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അറിയുന്ന കുറച്ച് പേര്. നിങ്ങളിപ്പോ ഫിലിപ്പീൻസിലേക്ക് ഇതൊക്കെ കേട്ടിട്ട് ഫിലിപ്പീൻസ് ട്രൈ ചെയ്താലോ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്താലോ ഓർ ഈ യൂട്യൂബിന് ഈ വീഡിയോയിൽ കമന്റ്സിൽ കമന്റ് ചെയ്താലോ ഞാൻ ഡീറ്റെയിൽസ് തരാം. ഫിലിപ്പീൻസിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന ടീം, അവരുടെ ടീം എനിക്കറിയാം. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ തരാം. അവരെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലെ കോളേജുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നവരെ കുറിച്ച് ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അതല്ല, ഞാൻ പഠിക്കുന്ന കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം. കോൺടാക്ട് ചെയ്താൽ അവർ അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതല്ല പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ പഠിക്കുന്ന എനിക്കറിയുന്ന സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നവരിൽ വെച്ച് സംസാരിച്ചിട്ട് അവരിൽ എന്താണ് കിട്ടുന്ന ഫീഡ്ബാക്ക് അതനുസരിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ വേഗം ചെയ്യുന്നതായിരിക്കും, പറ്റില്ല. അപ്പോൾ അവരുടെ വീഡിയോ വെച്ചിട്ട് നമുക്ക് അപ്പൊ അതും കൂടി കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഫിലിപ്പീൻസ് വേണോ അതോ വേറെ ഏതെങ്കിലും കൺട്രി വേണോ എന്നുള്ളത്. അതിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള ആൾക്കാരായിട്ടുള്ള ഡീറ്റെയിൽസും ഞാൻ തരാം. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ, കറക്റ്റ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ ഫിലിപ്പീൻസിനെ കുറിച്ച്. നീ എത്ര ഓർമ്മ വരുന്നുള്ളൂ, ഞാൻ പ്രിപ്പയർഡ് ഒന്നല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതുവല്ലാതെ പറയാൻ ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മയില്ലാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക ഓർ കമന്റ് ചെയ്താൽ ഞാൻ അത് ഡീറ്റെയിൽ അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെന്താ, ദാറ്റ്സ് ഓൾ ഐ ഗെസ്. ഒന്നുകൂടി ട്രൈ ചെയ്താൽ നാട്ടിൽ തന്നെ ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നവരാണെങ്കിൽ ഇതിനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ട്രൈ റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ റിപ്പീറ്റ് ചെയ്താലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, കയ്യിരുന്ന പൈസ ഒരുപാട് ചെലവാക്കാനും ഇല്ല എന്നുള്ളവരാണെങ്കിൽ പുറത്ത് കൺട്രീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത്രയ്ക്കാണ് ഈ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് വീഡിയോ ഞാൻ വേറെ കൺട്രീസിനെ കുറിച്ച് പറഞ്ഞിടാം. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പം നിങ്ങൾ മെഡിസിൻ പഠിക്കുന്ന അല്ലെങ്കിൽ നീറ്റ് എഴുതി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കണ്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താൽ വേറെ എന്ത് കാര്യമാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോയിൽ. എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ഇതെന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ.